ഔസേപ്പ് ഒരു യഹൂദനായിരുന്നു. അപ്പൊ യഹൂദ നിയമം ബാധകമാണല്ലോ. പക്ഷേ ഔസേപ്പ് ആ നിയമം പാലിച്ചില്ല. ആ നിയമം അനുസരിച്ച് എന്ത് ചെയ്യണം? ആ നിയമം അനുസരിച്ച് അവളെ പരസ്യമായി അവഹേളിക്കുകയും കൊല്ലുക തന്നെ ചെയ്യണം. അവിടെ എഴുതിയിരിക്കുകയാണ്, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 18 കഴിഞ്ഞിട്ട് 19 തോന്നുന്നു. അവിടെ പറയുകയാണ്, ഇവിടെ മുതൽ വായിക്കുക, ഔസേപ്പ് നീതിമാനാകയാൽ അവളെ 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 കിട്ടിയില്ലേ? ഒന്ന് വായിച്ചേ. അത്രയൊന്നും വായിക്കണ്ട, ഇത്രയും മുഴുവനൊന്നും വായിക്കാൻ സമയമില്ല നമുക്ക്. ഔസേപ്പ് നീതിമാനാകയാൽ അവളെ അപമാനിത, ആ വാക്കാണ്, അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബ അവസ്ഥയിൽ, ഇതൊരു കുടുംബത്തിന്റെ കാര്യമാണ് ഇവിടെ പറയണത്. ഇതാണ് യേശുക്രിസ്തുവിലൂടെ കൊണ്ടുവന്നിരിക്കുന്ന നീതി എന്ന് പറയുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. അതേസമയം ഇത് വലിയ കാര്യമാണത്. നമ്മളുടെ വീട്ടിൽ ഭർത്താവ് എന്തെങ്കിലും ചെയ്താൽ ഉടനെ ഭാര്യ, 2 ടെലിഫോണാണ് ഇപ്പം എല്ലാവരുടെ അടുത്തുള്ളത്. ഭാര്യ എന്തെങ്കിലും ചെയ്താൽ ഉടനെ ഭർത്താവ്. ഒരു ടെലിഫോൺ ലോക്കൽ, ഒരു ടെലിഫോൺ ഇന്റർനാഷണൽ. ഉടനെ 10 മിനിറ്റിനകത്ത് ഈ ന്യൂസ് ലോകമെല്ലാം പരന്നിരിക്കും. ആരെക്കുറിച്ച്? നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച്. ഉടനെ അമ്മായിയപ്പനും അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഉടനെ അവരുടെ അപ്പനും അമ്മയും ആങ്ങളമാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കും. ഭർത്താവ് ആരോടൊക്കെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഔസേപ്പ് പിതാവ് എന്ത് ചെയ്തു? ആരോടും മിണ്ടാണ്ട് കർത്താവിനോട് മാത്രം പറയുന്നു. അവൻ നീതിമാനാണ്. അതായത് ദൈവത്തിന്റെ നീതിയിൽ വിശ്വസിക്കുന്നു. അവിടുത്തെ നിയമമൊന്നുമല്ല അവനിപ്പോ. മോശയുടെ നിയമമൊന്നും ഒരു പ്രശ്നമല്ല അയാൾക്ക്. ഇന്നു മുതൽ ഇതൊന്ന് പരിശ്രമിച്ച് നോക്കാമോ? ഇതാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ യഥാർത്ഥ നിയമം. സ്നേഹത്തിന്റെ, കരുണയുടെ നിയമം. ഈ വാക്ക് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൾ അപമാനിതയാകാതെ. നമ്മൾ ഭർത്താവിനെ കുറിച്ച് ഭാര്യ മറ്റുള്ളവരോട് പറയുമ്പോൾ, ഭാര്യയെക്കുറിച്ച് ഭർത്താവ് മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? നമ്മുടെ ഈ കുടുംബത്തിലെ കാര്യം മുഴുവനും മറ്റുള്ളവരോട് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാനും ഭാര്യയും തമ്മിൽ, എൻ്റെ ഭാര്യയുടെ കാര്യം പറയണത്, ഞങ്ങൾ പലപ്പോഴും തല്ലൊക്കെ പിടിച്ചിട്ടുള്ളതാ. പക്ഷെ ഒരിക്കലും എൻ്റെ ഭാര്യ ഒരു മനുഷ്യനോട് എന്നെക്കുറിച്ച് ഒരു മോശം വാക്ക് പറഞ്ഞിട്ടില്ല. ഇത് എൻ്റെ ഭാര്യയുടെ ഒരു സ്റ്റാൻഡേർഡാണ്. പുള്ളി പറയും, നമ്മുടെ കാര്യമില്ലേ നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യം, നമ്മുടെ കാര്യം നമ്മൾ പറഞ്ഞു തീർക്കണം. എന്നിട്ട് എന്നോട് നേരിട്ട് പറയുന്നേ, അതങ്ങനെ ചെയ്തത് ശരിയായില്ല. സ്നേഹമുള്ളവരെ, ഇതാണ് യേശുക്രിസ്തുവിന്റെ നീതി എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആദ്യം നിങ്ങൾ ദൈവരാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുക. ദൈവനീതി എന്ന് പറയുന്നത് ഫരിസേയ നീതിക്ക് നേരെ ഓപ്പോസിറ്റാണ്. ഫരിസേയ നീതി എന്ന് പറയുന്നത് കൽപ്പന പാലിക്കാത്തവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവഹേളിച്ച്, എന്ത് നാം വാക്ക് പറഞ്ഞേക്കണേ അവിടെ, അപമാനിച്ച് അവഹേളിച്ച് കല്ലെറിഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. നമ്മൾ അതല്ലേ ചെയ്യണേ? ഈശോയുടെ പരസ്യ ജീവിതത്തിലെ പല സ്ഥലത്തും നമ്മൾ കാണാവുന്ന ഒരു ട്രയാങ്കുലർ സിറ്റുവേഷനാണ്. അവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ
അനേകം പാപികളും ചുങ്കക്കാരും അവന്റെ അടുത്ത് വന്നു. കണ്ടോ, യേശുവിന് പാപികളും ചുങ്കക്കാരോടും ഒരു പ്രശ്നമില്ല. പ്രശ്നമുണ്ടോ? അവര് തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളാ. കാരണം എന്താ? യേശു വന്നിരിക്കുന്നത് എല്ലാവരുടെയും പാപം ഏറ്റെടുക്കാനാണ്. ഫരിസേയർ ഇത് കണ്ടിട്ട് അവർക്ക് ചൊറിഞ്ഞു കയറുകയാണ്. അവർ പിറുപിറുത്തുകൊണ്ടിരുന്നു. കേട്ടോ, ഫരിസേയര് പിറുപിറുത്തുകൊണ്ടിരുന്നു. ഇവനെന്തിനാണ് ഈ പാപികളോടൊപ്പം ഭക്ഷണം കഴിക്കണത്? ഇത് കണ്ടോ, ആ പാപിനിയാണെന്ന് ഇവൻ അറിയേണ്ടതല്ലേ? ഇവനൊരു പ്രവാചകനാണെങ്കിൽ അവൾ ഒരു പാപിയാണെന്ന് അറിയേണ്ടതല്ലേ? ഇങ്ങനെയെല്ലാം പറഞ്ഞ് യേശുവിനെയും കുറ്റം പറയണം, പാപിയെയും കുറ്റം പറയണം. ഇത് കണ്ടോ ഫരിസേയ സ്വഭാവം. ഞാനിത് ഫരിസേയരെ കുറെ കുറ്റം പറഞ്ഞിട്ടുള്ളതാണ്, ഫരിസേയരെ. പക്ഷെ പിന്നീട് മനസ്സിലായത് ഈ ഫരിസേയ സ്വഭാവം എൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ? ഇത് നമ്മുടെ അകത്ത് ഇപ്പോഴും ഉണ്ടോ? ഇതാണ് നമ്മളിൽ ഉള്ള യേശു സ്വഭാവത്തിനെ കോൺഫ്ലിക്റ്റിലാക്കുന്നത്. ഇതാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ദൈവരാജ്യത്തിലാണെങ്കിലും ദൈവരാജ്യത്തിലല്ല, ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലല്ല. ദൈവരാജ്യത്തിലാണ് നമ്മൾ യേശുവിന്റെ വിശ്വാസത്തിലാണ്, ദൈവമക്കളാണ്. അപ്പൊ നമ്മളിൽ ഈ 3 കാര്യമുണ്ട്. നമ്മളിൽ യേശുവുണ്ട്, നമ്മളിൽ പാപിയുമുണ്ട്. എന്നാ സ്നേഹമുള്ളവരെ, നമ്മളിലുള്ള പാപിയെക്കുറിച്ച് യേശുവിന് യാതൊരു കംപ്ലൈന്റും ഇല്ല. കാരണം യേശു വന്നിരിക്കുന്നത് നമ്മുടെ പാപം ഏറ്റെടുക്കാനാണ്. പക്ഷേ പിന്നെ ആരാ നമ്മളിലുള്ളത്? യേശുവുണ്ട്, പാപിയുണ്ട്. പിന്നെ ആരാ നമ്മളിലുള്ളത്? ഫരിസേയൻ. ഒരു ഫരിസേയൻ നമ്മളിലുണ്ട്. ഈ ഫരിസേയ മനോഭാവത്തെയാണ് ഈശോ മലയിലെ പ്രസംഗത്തിൽ പ്രത്യേകം പറയുന്നത്. നിങ്ങൾ വിധിക്കുന്ന വിധി കൊണ്ട് നിങ്ങളും വിധിക്കപ്പെടും. നമുക്ക് ആരെയും വിധിക്കാനോ ജഡ്ജ് ചെയ്യാനോ വിമർശിക്കാനോ അധികാരം തന്നിട്ടില്ല. നിന്റെ കണ്ണിലെ തടി ഇരിക്കെ നീ മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കാൻ നോക്ക്. അങ്ങനെയല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നോക്കാൻ പോകണ്ട. ഈ 2 കാര്യമാണ് ഈശോ നമ്മളോട് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്യരുത്. പക്ഷേ എന്തോ കാരണവശാൽ നമ്മൾ രാവിലെ നോക്കിയപ്പോൾ ആ കട്ടൻ കാപ്പി കുടിച്ച പാത്രം അവിടെ തന്നെ ഇരിക്കുക. ഉടനെ അതിന് 2 കൊടുത്തു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ രാത്രി കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം കഴുകിയിട്ടില്ല. അത് കണ്ടപ്പോൾ അതിന് 2 പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിള്ളേരെ അവിടെ കളിച്ച സാധനങ്ങളൊക്കെ നമ്മൾക്ക് എല്ലാം ക്രിറ്റിസിസമാണ്. അതവിടെ ഇരിക്കട്ടെ എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളിലുള്ള ഫരിസേയനെ ഉരിഞ്ഞു മാറ്റാനാണ് ഈശോ പറയണതെല്ലാം. നിങ്ങളുടെ പഴയ തോൽക്കുടം മാറ്റുവിൻ എന്ന് പറയുന്നത് ആ പഴയ പ്രമാണങ്ങൾ അനുസരിച്ച് എല്ലാവരെയും വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആ ഫരിസേയ സ്വഭാവം മാറ്റി അനുകമ്പ നിറഞ്ഞ, കരുണ നിറഞ്ഞ യേശുവിന്റെ മനോഭാവം എടുക്കുവിൻ. യേശുവിന്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ കുറിച്ച്, യേശുവിന്റെ മനോഭാവത്തെ കുറിച്ച് യേശയ്യായിൽ കൃത്യമായി പറയുന്ന ഒരു വചനം ഇതാണ്. ഇതാരും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, ഞാൻ കേട്ടിട്ടില്ല. യേശയ്യ 42-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനമാണ്. ആ വചനം പറയുന്നത് ഇതാണ്. 18 മുതൽ വായിക്കാം. അന്ധരെ കാണുവിൻ, ബധിരരെ കേൾക്കുവിൻ. എന്നിട്ട് പറയാണ്, എന്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട്? എന്റെ ദാസനെ പോലെ കുരുടനായ ആരുണ്ട്? കർത്താവിന്റെ ദാസൻ എന്ന് യേശയ്യായിൽ പറയുന്നതെല്ലാം കർത്താവ് ഈശോ മിശിഹായെ കുറിച്ചാണ്. അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല. ഈശോ മിശിഹാ വന്നിട്ട് ആരുടെയെങ്കിലും പാപത്തെ നോക്കിയിട്ട് പറഞ്ഞു, അത് നീ പാപമാണ് ചെയ്യുന്നത്, നീ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ എവിടെയെങ്കിലും? ഈശോ വന്നപ്പോ എല്ലാവരും പാപികളാ. ആ പാപികളോട് ഈശോ പറഞ്ഞത് എന്താ? നിങ്ങൾ ഭാഗ്യവാന്മാർ,
ബ്ലെസ്സഡ് ആർ യു. എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ പാപം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പാപത്തെക്കുറിച്ച് എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. ഈശോ പറഞ്ഞ വാക്കുകളെ ഈശോയുടെ മനോഭാവത്തിലൂടെ കാണണം. മലയാള ഭാഷയിലുള്ള ചില പരിമിതികളുണ്ടല്ലേ. അണലി സന്തതികളെ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തോന്നണത് നമ്മളോട് ദേഷ്യപ്പെട്ട് പറയണ മാതിരിയാ. കാരണം നമ്മുടെ ഉള്ളിൽ അതിൻ്റെ അർത്ഥം അങ്ങനെ കിടക്കണേ. മറ്റൊരു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അണലിപ്പാമ്പിൻ പൈതങ്ങളെ. കണ്ടോ, അർത്ഥം ഒന്ന് തന്നെയല്ലേ? അണലിപ്പാമ്പിൻ പൈതങ്ങളെ, നിങ്ങൾ എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും? കാരണം നിങ്ങൾ ജന്മനാ തന്നെ ഉത്ഭവഭാവം മൂലമുള്ള തിന്മ നിറഞ്ഞിരിക്കുന്നവരാണ്. ആ തിന്മ മാറ്റാനാണ് കർത്താവ് ഈശോ മിശിഹ വന്നിരിക്കുന്നത്. അതാണ് യേശുക്രിസ്തു കുരിശിൽ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് മാമോദീസായിലൂടെ നമ്മളിൽ അതെല്ലാം മാറ്റപ്പെട്ടിരിക്കുന്നതെങ്കിലും നമ്മളിപ്പോ പുറകോട്ട് പോവുകയാണ്. നവീകരണം മുന്നോട്ടല്ല പോകുന്നത്. നവീകരണം മുന്നോട്ട് പോകുമ്പോ പരിശുദ്ധാത്മാവ് നമ്മുടെ സകല പാപങ്ങളെയും വിശുദ്ധീകരിച്ച് നമ്മളെ പുതിയ സൃഷ്ടിയാക്കി എന്ന വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്നും ഇപ്പൊ നമ്മൾ പോകുന്നത്, നിന്റെ ഈ കുടുംബത്തിലെ പ്രശ്നമെല്ലാം നിന്റെ തന്തയുടെ തന്തയുടെ തന്ത ചെയ്ത ആ പൂർവ്വ പ്രശ്നങ്ങളുടെ എല്ലാം പരിണത ഫലമാണ്. അതിനാണ് പൂർവ്വശാപം എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ മാമോദീസ സ്വീകരിച്ചോ? മാമോദീസയിൽ എന്തു കിട്ടി? കർത്താവ് ഈശോ മിശിഹ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ കർത്താവ് ഈശോ മിശിഹയിൽ വിശ്വസിക്കുന്നു പറയുന്നത് നുണയാണ്. കർത്താവ് ഈശോ മിശിഹയിൽ യഥാർത്ഥമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇത് വിശ്വസിക്കണം, നിങ്ങളുടെ സകല പാപങ്ങളും മാത്രമല്ല ആദം മുതലുള്ള എല്ലാവരുടെയും പാപങ്ങളും യേശുക്രിസ്തു നിങ്ങളിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നവരെന്ന് കൈപൊക്കിയേ. ശരിക്കും വിശ്വസിക്കുക, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ഇപ്പോ വരുന്ന സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചു, ബ്രദർ ഇങ്ങനെ പറയുമ്പോ ഈ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത തിന്മയ്ക്ക് നിങ്ങളുടെ എത്ര തലമുറയ്ക്ക് ശാപമുണ്ടാകുന്നു. ഞാൻ പറഞ്ഞു, അവിടെ ഒരു വാക്ക് നിങ്ങൾ വിട്ടുപോയി. അതിൻ്റെ ആദ്യം പറയുന്ന വാക്ക് ദൈവത്തെ വെറുക്കുന്നവരും ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കാതിരിക്കുന്നവരുടെയും ഇത്ര തലമുറ ശാപമുണ്ടാകും. ആരുടെ? ദൈവത്തെ വെറുക്കുന്നവരുടെ. ഇനി അതിന് അടുത്ത് പറയുന്നത് എന്താ? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരുടെ ആരെങ്കിലും പറയാം എന്താ എഴുതിയേക്കണേ? 1000 തലമുറ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ഏത് കൂട്ടരാ? നമ്മൾ ഇതിനകത്ത് ഏതിലാ ഉള്ളത്? നമ്മൾ ദൈവത്തെ വെറുക്കുന്നവരാണോ? ആണോ? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ലേ? എന്ന് മാത്രമല്ല, ശ്രദ്ധിക്കണം പറയണ വാക്കിന്റെ അർത്ഥം, നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ ആരാണ്? ദൈവമക്കളാണ്. അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്, യേശുക്രിസ്തുവിൽ അവനിൽ വിശ്വസിക്കുന്നവരും അവനെ സ്വീകരിച്ചവർക്കും ദൈവമക്കളാകാനുള്ള കഴിവ്. ഇംഗ്ലീഷിൽ പറയാണ് ഹി ഹാസ് ഗിവൺ പവർ. ആ പവറാണ് അവന് കൊടുത്തിരിക്കുന്നത്. ദൈവം മകനാണ് ഞാൻ. എങ്കിലും എൻ്റെ മൺപാത്രമായ ഈ ശരീരത്തിന്റെ ബലഹീനതകൾ എനിക്കുണ്ടെന്ന് എൻ്റെ ദൈവത്തിനറിയാം. എൻ്റെ തിന്മകളെല്ലാം യേശുക്രിസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ശാപത്തിനും ഒരു തിന്മയ്ക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ കർത്താവ് ഈശോ മിശിഹ ഗ്യാരണ്ടിയാണ് എൻ്റെ വിവാഹത്തിന്. വിവാഹം എന്ന് പറയുന്നത് ഒരു കരാറല്ല, നമുക്ക് ഇഷ്ടമുള്ളപ്പോ മാറ്റാനും മറിക്കാനുമുള്ള. ഇറ്റ് ഈസ് എ കവനന്റ്, ഒരു ഉടമ്പടി ബന്ധമാണ്. എന്താണ് ഉടമ്പടി ബന്ധം എന്ന് പറഞ്ഞാൽ? ആരെങ്കിലും പറയാമോ? ഉടമ്പടി ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ?
ഉടമ്പടി ബന്ധം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ എൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുത്തു. എൻ്റെ ജീവൻ ഞാൻ കൈമാറി. എൻ്റെ ജീവൻ ഞാൻ അവൾക്ക് കൊടുത്തു. അവളുടെ ജീവൻ അവൾ എനിക്ക് നൽകി. അങ്ങനെ ഞങ്ങളുടെ രണ്ട് ജീവനും ഒന്നായിരിക്കുന്നു. ഇത് ശരിയല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ വിവാഹം ചെയ്തു, 2 ദിവസം കഴിഞ്ഞു. വിവാഹം പള്ളിയിൽ നടന്നെങ്കിലും പള്ളിയിലല്ല പൂർണ്ണമായി നടന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ ഉറക്കറയിൽ വന്നപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയാണ്, ഭാര്യ ഭർത്താവിനോട് പറയാണ്, ഞാനിതാ എൻ്റെ ശരീരം, എൻ്റെ രക്തം നിനക്കായി നൽകുന്നു. ഇതല്ലേ സംഭവിച്ചത്? ഇതാണോ ശരിക്കും സംഭവിച്ചത്? ആണോ? അപ്പോൾ മുതൽ ഈ രണ്ട് ശരീരങ്ങളും മാംസത്തിന്റെ മാംസമം എന്ന് അന്ന് പറഞ്ഞത് ഇവിടെ ആയി. അങ്ങനെ യേശുവിന്റെ മുൻകൈയെടുപ്പിലൂടെ, ഞാനത് വായിക്കാം. വിവാഹബന്ധം 1640 കാത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വിവാഹബന്ധം ദൈവത്താൽ തന്നെ സ്ഥാപിതമാണ്. അതിനാൽ മാമോദീസ സ്വീകരിച്ച 2 വ്യക്തികൾ തമ്മിൽ നടത്തിയതും പൂർണ്ണതയിൽ എത്തിച്ചേർന്നതാണ് ഈ വിവാഹരാത്രിയിലെ നമ്മുടെ സംയോജനം. വിവാഹം ഒരിക്കലും വേർപെടുത്താൻ പാടില്ല. ദമ്പതികളുടെ സ്വതന്ത്രമായ മാനുഷിക പ്രവൃത്തിയിലും വിവാഹത്തെ പൂർണ്ണമാക്കുന്ന സംയോഗത്തിലും നിന്ന് സംജാതമാകുന്ന ഈ ബന്ധം അസാധുവാക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാകുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത ഉറപ്പു നൽകുന്നു. ഗ്യാരണ്ടി എന്നാണ് ഇംഗ്ലീഷിൽ പറയണത്. ദൈവം ഗ്യാരണ്ടിയാണ്. ഈ ഒരു ഉടമ്പടി ദൈവത്തിന്റെ വിശ്വസ്തത ഉറപ്പു നൽകുന്ന ഒരു ഉടമ്പടി അതിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ദൈവിക ജ്ഞാനത്തിന്റെ ഈ നിശ്ചയത്തിനെതിരായി വിധിക്കാൻ സഭയ്ക്ക് പോലും അധികാരമില്ല. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ വിവാഹമോചനമില്ല. സഭയുടെ അധികാരത്തിനേക്കാളും വലുതാണ് ദൈവം യോജിപ്പിച്ച ഈ കുടുംബ ബന്ധം. ഇങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വിശ്വാസത്തിന്റെ യഥാർത്ഥ ശബ്ദം ഇതാണ്: ഭർത്താവ് ഭാര്യ. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും യേശുവിന്റെ ജീവനുമായി ഒന്നായി കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വിവാഹബന്ധത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മളിലുള്ള സകല കുറവുകളും യേശുവിന്റെ കൃപാവരം എടുത്തു മാറ്റും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഭാര്യയിൽ ഒരുപാട് കുറവ് കാണാം. ഏതുപോലെ? പാവയ്ക്കയ്ക്ക് കയ്പുണ്ട്. ഇത് പാവയ്ക്കയുടെ കുറ്റമാണോ എന്ന പോലെ ഭർത്താവിനും ഭാര്യയ്ക്കും പല കുറവുകളും ഉണ്ടാവും. അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ചിന്തകളും ഈ യേശുവിന്റെ ചിന്തകളിലൂടെ കാണാത്തത് കൊണ്ടാണ്. യേശു വന്നിട്ട് പാപികളെല്ലാവരെയും യേശു സ്നേഹിച്ചു, സ്വീകരിച്ചു. അവരാരുടെയും പാപത്തെ യേശു കണ്ടില്ല. അവൻ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും എല്ലാവരെയും സ്വീകരിച്ചു. അതിനെയാണ് കരുണാർദ്രമായ സ്നേഹം എന്ന് പറയുന്നത്. മാമോദീസായിലൂടെ സ്വർഗത്തിലേക്ക് തടസ്സം നിൽക്കാവുന്ന എല്ലാ തിന്മകളും മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. എങ്കിലും പാപത്തിന്റെ ഒരു കാലിക പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നു. അത് നമ്മളിൽ ദൈവത്തിന്റെ കൃപാവരത്തിലൂടെ മാറ്റണം. എന്താണ് കൃപ എന്ന് പറയുന്നത്? കർത്താവേ കൃപയുണ്ടാകണമെന്ന് നമ്മൾ പറയാറുണ്ട്. എന്താ കൃപ? എല്ലാവരും വലതുകരം ഉയർത്തുക. ഇത് ദൈവിക ശക്തിയാണ്. വലതുകരം. ഇടതുകരം മാനുഷിക ജീവനാണ്. ദൈവിക ജീവൻ ഇതാ ഇങ്ങനെ. എല്ലാവരും ദൈവിക ജീവൻ മാനുഷിക ജീവനിൽ ഇറങ്ങി വന്ന് ലയിച്ച് മാനുഷിക ജീവനെ
രൂപാന്തരപ്പെടുത്തുന്നതാണ് കൃപ. ഒന്നുകൂടി, ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപ എന്ന് പറയുന്നു. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നല്ലോ, ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് സ്വതന്ത്രമായി ഒന്ന് സ്തുതിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ കൃപ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളും, നമ്മളുടെ ഭാര്യയിലുള്ള കുറവുകൾ, ഭർത്താവിലുള്ള കുറവുകൾ എല്ലാം നമ്മൾക്കൊന്ന് സ്വീകരിച്ചുകൊണ്ട്, ദൈവമേ ഞാൻ സ്വീകരിക്കുന്നു, കർത്താവിന്റെ കണ്ണിലൂടെ ഞാൻ ഇതെല്ലാം സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.